ഇതുപോലെ നമ്മുടെ റെഡ് സോസ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 സോസും ആക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട് ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും സോസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പ് കൂടെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചീസ് ഒന്ന് ജസ്റ്റ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഓവനിലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്താണ് കേട്ടോ നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ എയർ ഫ്രയറിൽ ഈ ഒരു ടിന്ന് കൊള്ളാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആവിയിൽ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ലോഡർ ഫ്രൈസ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.